ഇന്ന് ഓണം സ്പെഷ്യൽ ഒരു പുളിയിഞ്ചിയാണ് തയ്യാറാക്കുന്നത്. പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇഞ്ചി, അടുത്ത ഐറ്റം പുളി പിഴിഞ്ഞത്, ചക്കര പാനിയാക്കിയതാണ്. അടുത്തത് ഓയിൽ, അടുത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, പച്ചമുളക്, കരിയാപ്പില, ഉലുവ, പഞ്ചസാര, കടുക്, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, ഉലുവാപ്പൊടി. ഞാനിപ്പം എണ്ണ ഒഴിക്കുകയാണ് ഇഞ്ചി പുളി ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇനിയും ഒരു 1/2 സ്പൂണ് ഉലുവ ഇടണം. തീറ്റ കുറച്ച് വെച്ച ശേഷം കടുക് ഇടണം. വറ്റൽമുളക്, അടുത്തത് കരിയാപ്പില, അടുത്തത് പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തത് ഇഞ്ചിയാണ് ഇടുന്നത്. ഇനി ഇഞ്ചി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനെ നന്നായിട്ട് ഇതിനെ വഴറ്റി ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇഞ്ചിയെല്ലാം നന്നായി ബ്രൗൺ കളറായി. ഇനി 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാൻ പോകും. എല്ലാം ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമ്മൾ പുളിയെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 തവി പുളിവെള്ളം ഒഴിക്കുകയാണ്. പുളിയൊക്കെ ഒഴിച്ച് ഇഞ്ചിയും ആ മസാലയെല്ലാം കൂടെ നന്നായിട്ട് നല്ലോണം നീണ്ട്. ഇനി നമുക്ക് ചക്കര പാനിയാക്കി ഒഴിച്ചു. ഒരു 3 സ്പൂൺ, 3 തവി. എല്ലാ മസാലയും മുളകും ഇഞ്ചിയും പുളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഇടുന്നത് എരിവിനെയും പുളിയെയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. കടുക് വറുത്തിടണം. പാൻ ചൂടായിട്ടുണ്ട്. ചെറിയ സ്പൂണിന് 2 സ്പൂണ് കടുക് പൊട്ടിക്കഴിഞ്ഞ് 2 വറ്റൽമുളക്, കുറച്ച് കരിയാപ്പില, കടുക് വറുത്തത് ഇതിനകത്ത് ഇട്ടിട്ട് വേണം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.